കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ചെക്കന്റെ വീട്ടിലേക്ക് പെണ്ണ് പോകാൻ പാടില്ല. കല്യാണം കഴിഞ്ഞെന്ന് മാത്രമേ കയറാൻ പാടുള്ളൂ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു രീതി ആയിരിക്കുമല്ലോ അല്ലെ. നാട്ടുകാരും കുടുംബക്കാരും എല്ലാം പോകും, പക്ഷെ പെണ്ണ് മാത്രം പോകില്ല. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചെക്കന്റെ വീടുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്താൻ പോകുന്നത് ഈ പെൺകുട്ടി തന്നെയാണ്. അവിടെ ജീവിക്കേണ്ടവളല്ലേ അവിടെ ചെന്ന് കയറേണ്ടവളെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എനിക്ക് ആ ഒരു കൺസെപ്റ്റിനോട് വലിയ താല്പര്യമില്ല. ചെക്കന് പെണ്ണിന്റെ വീട്ടിൽ വന്ന് താമസിക്കാം, പെണ്ണ് ചെക്കന്റെ വീട്ടിൽ വന്ന് താമസിക്കാം. കാരണം കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ ഒരാളുടെ നാടും പേരും ഇല്ലാണ്ടാവില്ലല്ലോ. അതിന് എന്ത് തന്നെ ആയാലും സ്വന്തം ലൈഫിന്റെ പാർട്ടാവാൻ പോകുന്ന ഫാമിലിയും വീടും നാട്ടുകാരെയും ഒക്കെ കണ്ടിരിക്കേണ്ടത് ആ പെൺകുട്ടിയനല്ലേ. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല, പല അഭിപ്രായങ്ങൾ ഉണ്ടാവും അറിഞ്ഞിട്ടും ജോജോ എന്നെ അവന്റെ വീട്ടില് ആദ്യമേ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു വട്ടമല്ല, ഒരുപാട് വട്ടം ഞാൻ ആ വീടും നാടും എല്ലാം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ റിലേറ്റീവ്സിനെ എനിക്കറിയാം, നാട്ടുകാരെ എനിക്കറിയാം, അവിടുത്തെ രീതികളും എനിക്കറിയാം. എന്റെ കംഫർട്ടിന് പ്രയോറിറ്റി കൊടുത്ത് മറ്റുള്ളവർ ഉണ്ടാക്കിയ സെൻസ്ലെസ് റൂളിനെ ബ്രേക്ക് ചെയ്ത് അവൻ എന്നെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ ദാറ്റ് മേഡ് മീ ഫോൾ ഇൻ ലവ് വിത്ത് ഹിം ഈവൻ മോർ. പുതിയ ജനറേഷനിലുള്ള കുറേയേറെ ആൾക്കാർ ഈ ഒരു സ്റ്റീരിയോടൈപ്പിനെ ബ്രേക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നിയേക്കാം, പക്ഷെ കല്യാണം കഴിയാത്ത വീട്ടിൽ കേട്ടില്ല എന്ന് പറയുന്ന അമ്മായിയമ്മമാരുടെയും ചെക്കന്റെയും മുമ്പിൽ എന്റെ ചെക്കനും ഞങ്ങളുടെ അമ്മയും ഒരു മാതൃകയാണ്. അപ്പോൾ സീ യു സൂൺ ആസ് ഓൾവേസ്, ബൈ.